രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ആസൂത്രണമില്ലായ്മയും തൊഴിലാളി യൂണിയനുകളുടെ അമിതമായ ഇടപെടലും മൂലം KSEB മറ്റൊരു KSRTC ആയി മാറുമെന്ന് ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു. ഇപ്പോൾ മഴക്കാലത്ത് തന്നെ പലപ്പോഴും വൈദ്യുതി ലഭ്യത കുറയുന്നു. ഇതാണ് സ്ഥിതിയെങ്കിൽ വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാകും, വ്യവസായങ്ങൾ തകരും. ഇങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ച് KSRTCയെ രക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. KSEBയുടെ ദൈനംദിന ചെലവുകൾക്ക് 400 കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർ ഡ്രിഫ്റ്റ് എടുക്കേണ്ടി വരുമെന്നതായി ചെയർമാൻ വ്യക്തമാക്കി. 150 കോടി രൂപയാണ് ശരാശരി മാസ വരുമാനം. ചെലവ് 1950 കോടി രൂപയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ 900 കോടി രൂപ വേണം. വായ്പ തിരിച്ചടവിന് 300 കോടി രൂപയും. എന്നാൽ ഇതിപ്പോൾ ലഭിക്കുന്നില്ലെന്നും KSEB സംഘടനകൾക്ക് നൽകിയ കരട് നിർദ്ദേശത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. സോളാർ എനർജി ഉൾപ്പെടെയുള്ള മറ്റ് എനർജി സോഴ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം ഊതിപ്പെരുപ്പിച്ച കണക്കുകളാണെന്നും KSEBയെ സ്വകാര്യ മുതലാളിമാരുടെ കാൽക്കീഴിൽ എത്തിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും തൊഴിലാളി നേതാക്കൾ പറഞ്ഞു. ഇതിന് മന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അവർ പറഞ്ഞു. ഇത്തരം നീക്കവുമായി ചെയർമാൻ മുന്നോട്ടു പോയാൽ വൻ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.